RSS പരിപാടിയിൽ കേരളത്തിലെ 3 സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്ത സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. കേരള MG മലയാളം സർവകലാശാല VC-മാരാണ് മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സംഘപരിവാറിന് മുന്നിൽ കീഴടങ്ങിയെന്നും ഇത്തരം പ്രവണതകൾ ഗൗരവമുള്ളതെന്നുമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം വിമർശനം കടുത്തതോടെ തീവ്ര വർഗീയത പറയുന്ന RSS പരിപാടിയിൽ പങ്കെടുത്തത് ഗുരുതര വീഴ്ചയാണെന്നും വൈസ് ചാൻസലർമാർ മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടു. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിന് സർക്കാർ കുടപിടിക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനം ശരിയാണോ എന്ന ചോദ്യത്തോട് എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണമെന്ന് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് അനു അശോകൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിന്റെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ RSS അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കാവ്യവൽക്കരണത്തിന് സർക്കാർ കുടപിടിച്ചു കൊടുക്കുന്നുവെന്ന LDFന്റെ ആരോപണത്തോട് ജനങ്ങളുടെ പ്രതികരണം എന്താണ്? നമുക്ക് പരിശോധിക്കാം. കുട്ടികളുടെ പഠന കാര്യത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രീയം കളിക്കാൻ പാടുള്ളതല്ല. അതിനുള്ള ശക്തമായ ഇടപെടൽ സർക്കാർ നിയമിക്കേണ്ടതാണ്, രൂപീകരിക്കേണ്ടതാണ്. എല്ലാവരും പഠിക്കണല്ലേ സർവകലാശാല, എല്ലാവർക്കും ഒരേപോലെ പരിഗണന കൊടുക്കണമെന്നാണ്. RSS വരെ കൊണ്ട് കയറ്റിയ കേസ് അത്ര നല്ലതല്ല. കാവിക്കൊടി കയറ്റുന്നത് അത്ര നല്ലതല്ല. കാര്യം നമ്മൾ ഇന്ത്യയിലാണല്ലോ ഭരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നതും ഭരിക്കുന്നതും. രാഷ്ട്രീയ സാഹചര്യങ്ങളായിക്കോട്ടെ, കുട്ടികൾ സംസാരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ എല്ലാ രീതിയിലും കുട്ടികൾ രാഷ്ട്രീയപരമായിട്ട് വലിയ മുന്നോട്ട് ഉദിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് നമ്മളുടേതെന്ന് പറയുന്നത്. എന്നാൽ പോലും ഇന്ന് MG യൂണിവേഴ്സിറ്റിയിൽ അത് സംഭവിച്ച സമയത്ത് യാതൊരു തരത്തിലുള്ള പ്രതികരണവും മറ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ മറ്റ് സംഘടനകളിൽ നിന്നായിക്കോട്ടെ വലിയ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത് തന്നെ വലിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ശരിക്കും കേരളത്തിലെ 3 സർവകലാശാലകളിലെ VC-കൾ സംഘപരിവാറിൻ്റെ അജണ്ടയിലേക്ക് നീങ്ങി പോകുന്നതാണല്ലോ. ഇതിനെതിരെ സർക്കാർ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ SFI പ്രക്ഷോഭത്തിൽ പോവുകയാണെങ്കിലും ഈ KSU എന്നുള്ള ബാക്കി സംഘടനകളും അത് അടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ഒരു പ്രശ്നം നേരിട്ടാണ്ട് ഇപ്പം സർക്കാർ അങ്ങനെ തന്നെ RSSന് കുടപിടിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. VC അപ്പോയിന്റ് ചെയ്യുന്നത് VCക്ക് ചില ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും നോക്കിയിട്ടാണ്. ആ പോർട്ടലിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പോർട്ടലിൽ എലിജിബിൾ ആയിട്ടുള്ളവരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതായത് ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണോ എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കേണ്ടി വരും. ഇപ്പം ഇനി പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്തത് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലായിരിക്കാം. പക്ഷെ ഒരു VC എന്ന സ്ഥാനത്ത് നിന്ന് അവരത് പങ്കെടുക്കുമ്പോൾ അവർ ചിന്തിക്കേണ്ടതുണ്ട് ഇത് എന്തൊക്കെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും എന്നുള്ളത്. പൊതുവേ നമ്മൾ ഈ കേരളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുന്ന ഒരു സമയങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ വന്ന ഈ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രസ്താവന അല്ല. നമ്മുടെ സർക്കാർ ഒരിക്കലും കാവ്യവൽക്കരണത്തിന് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കില്ല. എപ്പോഴും ഇന്ത്യയിൽ അറിയാമല്ലോ, ഇന്ത്യയിൽ കാവ്യവൽക്കരണത്തിനെതിരെ ആകപ്പാടെ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് കുടപിടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. സർവകലാശാലയിലുള്ള RSSൻ്റെ ഗവർണർ RSS അനുഭാവികളെ കൊണ്ടുവരാനാണ് കൂടുതലായിട്ട് നോക്കുന്നത്. മുൻകാലത്തും ഓരോ ആൾക്കാരുണ്ടായിരുന്നു. അത് അവരുടെ പാർട്ടിയുടെ ബേസിലല്ല വരുന്നത്. ഓരോരുത്തരുടെയും പഠിച്ചു വരുന്നതിൻ്റെ അവരുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇതിലാണ് വരുന്നത്. സർവകലാശാലയിൽ ഇരിക്കുന്ന മിക്കവാറും ഉള്ള ഡോക്ടേഴ്സ് എടുത്തു തരാം. അതിൽ പാർട്ടി നോക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കിയിട്ടാണ് അത് ചെയ്യേണ്ടത്. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിന് സർക്കാർ കുടപിടിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഉണ്ടായത്. സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ഒരിക്കലും കാവ്യവൽക്കരണത്തെ UDF സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മറുവിഭാഗവും പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ തുടർ നിലപാട് കണ്ടറിയേണ്ടതാണ്. ക്യാമറാമാൻ വിനീഷ് നേതാജിക്കൊപ്പം അനു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.